കെ കുഞ്ഞനന്ദൻ നമ്പ്യാർ സ്മാരക പബ്ലിക് ലൈബ്രറി NCRCയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ കെ ഭാസ്കരൻ, സ്വാഗത ഭാഷകയും എൻ്റെ ഗുരുനാഥിയുമായിട്ടുള്ള ശ്രീമതി KV യശോദ ടീച്ചർ, സെക്രട്ടറി ശ്രീ PK പ്രഭാകരൻ, ശ്രുതിമധുരം എന്ന കവിതാ സമാഹാരത്തിൻ്റെ കർത്താവും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായിട്ടുള്ള ശ്രീ മലപ്പട്ടം ഗംഗാധരൻ, പ്രിയപ്പെട്ട OMD വായനാവേദി പ്രവർത്തകരെ, സഹൃദയരെ, സുഹൃത്തുക്കളെ, കവിതാലോകത്ത് തൻ്റേതായ ഒരിടം ഇതിനകം തന്നെ അടയാളപ്പെടുത്തിയ ശ്രീ മലപ്പട്ടം ഗംഗാധരൻ്റെ 5ാമത്തെ കവിതാ സമാഹാരമാണ് ശ്രുതിമധുരം. ജന്മസാഫല്യം, വർണ്ണമഴയും മയിൽപ്പീലിയും, പ്രണയമാനസം, ശ്യാമമേഘവും ഭൂമികന്യകയും എന്നീ 4 കവിതാ സമാഹാരങ്ങൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞവയാണ്. 60 കവിതകളുടെ ഒരു സമാഹാരമാണ് ശ്രുതിമധുരം. ഡോക്ടർ സോമൻ കടലൂരിൻ്റെ സത്യസഞ്ചാരിയുടെ വെളിപാടുകൾ എന്ന പേരിൽ എഴുതിയ അവതാരികയും ശ്രുതിമധുരത്തിലൂടെ എന്ന ഡോക്ടർ CH സുരേന്ദ്രൻ നമ്പ്യാരുടെ പഠനവും ഈ കവിതാ സമാഹാരത്തെ സഹൃദയർക്ക് നന്നായി പരിചയപ്പെടുത്തുന്നു. കൃതിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും അവതരണവും രണ്ടുപേരും നടത്തിയിട്ടുണ്ട്. സാന്ദർഭികമായി മലപ്പട്ടം ഗംഗാധരൻ്റെ കവിതകളിലെ പ്രത്യേകതകൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ വിശകലനം ചെയ്തിട്ടുമുണ്ട്. സന്ദർഭത്തിനനുസരിച്ച് വാക്കുകളുടെ പൊരുൾ അറിഞ്ഞുകൊണ്ടുള്ള യഥോചിത പ്രയോഗമാണല്ലോ കവിത എന്നത്. വാക്കുകളുടെ പൊരുൾ അറിഞ്ഞുകൊണ്ടുള്ള അവസരോചിതമായ പ്രയോഗം, അതാണ് ഗംഗാധരൻ്റെ കവിതകളുടെ മുഖമുദ്ര. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ കവിതാവാസന ഗംഗാധരൻ്റെ പ്രകടമായിരുന്നെങ്കിലും പിൽക്കാലത്ത് നേടിയ സംസ്കൃത ഭാഷാഭ്യസനവും പൗരസ്ത്യ കാവ്യ സൗന്ദര്യശാസ്ത്ര അവബോധവും ഗംഗാധരൻ കവിതയിലെ എഴുത്തുകാരനെ വളർത്തി. അതുകൊണ്ട് തന്നെ അർത്ഥമറിഞ്ഞുള്ള വാക്പ്രയോഗത്തിന്, ശബ്ദാർത്ഥങ്ങളുടെ സഹിത ഭാവത്തിന് സംസ്കൃത ഭാഷാ പരിജ്ഞാനം ഗംഗാധരന് വലിയ ഒരു മുതൽക്കൂട്ടായി മാറി. വാക്കുകളുടെ അനന്ത സാധ്യതയിൽ ആവേശം കൊള്ളുന്ന ഒരു കവിയാണ് ഗംഗാധരൻ. പൃഥ്വി തേജോ വായു ആകാശാദി പഞ്ചഭൂതങ്ങളോടൊപ്പം തന്നെ വാക്കിനെയും പരിഗണിക്കണമെന്ന് കരുതുന്ന വാഗർത്ഥജ്ഞനാണ് മലപ്പട്ടം ഗംഗാധരൻ. വാക്കിലും പൊരുളിലും മധുസ്രവം വായിക്കുന്ന കരുത്തനായ കവിയായി ഗംഗാധരൻ മാറുന്നതും അതുകൊണ്ട് തന്നെ. വാക്കും പൊരുളും എന്ന കവിതയിൽ ഗംഗാധരൻ തന്റെ നിലപാട് തറ ഭദ്രമാക്കുന്നു. വാക്കിൻ പൊരുളറിയുന്നോർക്കേ വിസ്മയമായി മാറാൻ കഴിയൂ, വിസ്മയമായി മാറുന്നോർക്കേ വിശ്വത്തിൻ ചേതാവായി പാൽപുഞ്ചിരി തൂകാനാകൂ. ഭാരതീ പദാവലി തോന്നേണം കാലേക്കാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ എന്ന ഭാഷാപിതാവിൻ്റെ വരികൾ നാം ഇവിടെ അറിയാതെ ഓർത്തുപോകുന്നു. ആന്തരികവും ബാഹ്യവുമായ വൈകാരിക ചലനങ്ങൾ ചെറുതോ വലുതോ ആവട്ടെ, അത് കവിയെ അസ്വസ്ഥനാക്കുന്നു. ഒരു വശത്ത് കാൽപ്പനികത പൂത്തുലയുമ്പോൾ മറുവശത്ത് കണ്ണീരുപ്പ് കലർന്ന ജീവിത പലഹാരങ്ങൾ, നാനാത്വത്തിൽ അധിഷ്ഠിതമായ അഥവാ ബഹുസ്വരതയിൽ ഊന്നിയുള്ള ഏകത്വ ഭാവന. ഗംഗാധരൻ്റെ കവിതകളിലെ അടിയൊഴുക്കുകൾ ഇതൊക്കെയാണ്. പ്രശാന്ത സുന്ദരമായ ചെറു കവിതകളാണ് എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നാമെങ്കിലും ആന്തരികമായി കത്തിയെരിയുന്ന പന്തങ്ങളുടെ പ്രോജ്വലത സൂക്ഷ്മ ദൃക്കുകൾക്ക് തിരിച്ചറിയാൻ വലിയ പ്രയാസമില്ല. നിലയറ്റൊരു നീർക്കയത്തിനുള്ളലയേക്കാൾ ചുഴിയാം ഭയങ്കരം എന്നാണല്ലോ മഹാകവി പറഞ്ഞിരിക്കുന്നത്. കണ്ണീരിനും കരച്ചിലിനുമിടയിൽ കർട്ടനിടുന്ന ഒട്ടേറെ പുഞ്ചിരികൾ ഗംഗാധരൻ കവിതകളുടെ മാറ്റ് കൂട്ടുന്നതായി നമുക്ക് കാണാവുന്നതാണ്. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്നും ജീവിതം നൽകാൻ മടിക്കുന്നത് ഒക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും തുടങ്ങിയ ചങ്ങമ്പുഴയുടെ കാവ്യസംസ്കാരം ഗംഗാധരൻ്റെ കവിതകളുടെ അടിവളമാണ്. അതുകൊണ്ട് തന്നെ നിർദ്ദയ സമൂഹത്തിൻ്റെ കുടിലതകൾക്കും കാപട്യങ്ങൾക്കും ഗംഗാധര ചിന്തകളെ ഒതുക്കാനോ അടക്കാനോ ആവില്ല തന്നെ. ഗംഗാധരന് സർവം കവിതാമയമാണ്. തൻ്റെ മനസ്സിനും ശരീരത്തിനും കരുത്തു പകരുന്ന മൃതസഞ്ജീവനിയായിട്ടാണ് കവി പലപ്പോഴും കവിതകളെ സമീപിക്കുന്നത്, നോക്കിക്കാണുന്നത്. കവിതയെ പാലൂട്ടുക, കവിതയെ താരാട്ടുക, അതിൽ ആസ്വദിക്കുക, അഭിരമിക്കുക ഏതൊരു കവിയും ചെയ്യേണ്ടുന്ന മഹാദൗത്യം തന്നെ. ശ്രുതിമധുരത്തിൽ ഗംഗാധരൻ വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കുകയാണ്: ദുഃഖ
ദുഃഖമല്ല സുഖമല്ല ജീവിതം, വ്യർത്ഥമായ മനസ്സല്ല ജീവിതം, പുഷ്കലമായ കാവ്യവഴിയിലെ അത്യപൂർവരസാസ്വാദനത്തിലെ നവ്യനിർവൃതി കൈവരും ധന്യമാം മംഗളമുഹൂർത്തം തന്നെ ജീവിതം. നാം ദൈനംദിനം ഇടപെടുന്ന ചുറ്റുപാടുകൾ നമുക്ക് അസ്വസ്ഥതയും അശാന്തിയും പ്രദാനം ചെയ്യുമ്പോഴും സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ, ഇടതീർപ്പതിനേകഹേതുവന്നിടയാമേത് മഹാവിപത്തിലും എന്ന പ്രത്യാശാ നിർഭരമായ മഹാകവി വാക്യത്തെ അറിഞ്ഞാദരിക്കുന്ന ഒരു കാവ്യ ഹൃദയത്തിന് ഉടമയാണ് ഗംഗാധരൻ. പുറം ലോകത്ത് എന്തെന്തെല്ലാം ബഹളങ്ങളുണ്ടായാലും ശരി, സ്വഹൃത്തിൽ സൂക്ഷിക്കുന്ന ഒരു കൈത്തിരി, അതിൻ്റെ പ്രഭയിൽ അവക്കെല്ലാം തൻ്റേതായ ഒരു പ്രതിരോധം അഥവാ ഒരു പ്രതികരണം. അതുകൂടിയാണ് മലപ്പട്ടം ഗംഗാധരൻ്റെ കവിതകൾ എല്ലാം തന്നെ. ഒരു കപട ഭിക്ഷുവായി ഒടുവിലൻ ജീവനയും ഒരു നാൾ കവർന്ന് പറന്നു പോവാൻ, നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്കൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന കവിതയിലെ വരികൾ, വാക്കുകൾ നമുക്ക് ആവേശം നൽകുന്നു. മരണഗന്ധം കലർന്നതാണെങ്കിലും ഒരു നിയമവും ഏലാത്തതെങ്കിലും, ഒരു നിരർത്ഥക സ്വപ്നമാണെങ്കിലും മധുരമാണെനിക്കെന്നും ഈ ജീവിതം. ഒരു നിരർത്ഥക സ്വപ്നമാണെങ്കിലും മധുരമാണെനിക്കെന്നും ഈ ജീവിതം. പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ ശ്രീ എസ്.കെ. പൊറ്റക്കാടിൻ്റെ വരികളാണിവ. ഈ ആശയത്തെ പിൻപറ്റുന്ന ഒട്ടേറെ കവിതകളും ആശയങ്ങളും ഗംഗാധരൻ്റെ കാവ്യ സഞ്ചാരത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഉടുത്തുകെട്ടുകളില്ലാത്ത, തൊങ്ങലുകൾ ചാർത്താത്ത നിരാർഭാടമായ ഭാഷ, സത്യസന്ധമായി ജീവിതത്തോട് ഒട്ടിനിൽക്കുന്ന കാവ്യഭാവന, ഇതൊക്കെയാണ് മലപ്പട്ടം ഗംഗാധരൻ്റെ കവിതകളെന്ന് ശ്രീ നാരായണൻ കാവുമ്പായി ഗംഗാധരൻ്റെ കവിതകളെ വിലയിരുത്തുന്നു. കവിതയായാലും സാഹിത്യമായാലും എവിടുന്നോടി വരുന്നു നീ, എങ്ങോട്ടോടിപ്പോണു നീ എന്നതിനെക്കുറിച്ച് വ്യക്തമായ അവബോധമുള്ള ഒരു കവി കൂടിയാണ് ഗംഗാധരൻ. അതിൻ്റെ ആധാരശിലയാകട്ടെ പാരമ്പര്യ അവബോധമാണ്. പൈതൃക സംസ്കൃതിയിൽ അഭിമാനിക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആധുനിക കാവ്യലോകത്തെ പുതുചലനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതോടൊപ്പം ചലിക്കാനും മുന്നേറാനും സ്വയം അപ്ഡേറ്റ് ആകുവാനും ശ്രമിക്കുന്ന കവി കൂടിയാണ് ഗംഗാധരൻ. സമകാലീന പ്രശ്നങ്ങളോട് ഒരു കവി എന്ന നിലയിൽ പ്രതികരിക്കുന്നതിന് ഗംഗാധരന് 2 വട്ടം ആലോചിക്കേണ്ടി വരുന്നില്ല എന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ ഈ കവിതാ സമാഹാരത്തിലുണ്ട്. മണ്ണിൽ അധ്വാനിക്കുന്നവൻ്റെ പ്രതീകമായ കറുത്ത ദൈവം എന്ന കവിത അതിനുള്ള ഉത്തമ ദൃഷ്ടാന്തമാണ്. കാൽപ്പെരുമാറ്റം മുഴങ്ങിടുന്നു, കാലിൽ തളയും ചിലമ്പുമില്ല, മുത്തുകിലുങ്ങും സ്വരവുമില്ല, മണ്ണിൽ പണി ചെയ്ത മാനവൻ്റെ ദേഹത്തിൻ ദുർഗന്ധം കൂടെയുണ്ട്, പാളക്കിരീടം തലയിലുണ്ട്, പോരിനൊരായുധം കയ്യിലുണ്ട്, ചുണ്ടത്ത് പുഞ്ചിരി മാഞ്ഞുപോയ തൂമ്പത്തഴമ്പുള്ള കൈയുയർത്തി, മണ്ണിനെ പൊന്നണിയിച്ച ദൈവം. പാളക്കിരീടം തലയിലുണ്ട്, പോരിനൊരായുധം കയ്യിലുണ്ട്, ചുണ്ടത്ത് പുഞ്ചിരി മാഞ്ഞുപോയ തൂമ്പത്തഴമ്പുള്ള കൈയുയർത്തി, മണ്ണിനെ പൊന്നണിയിച്ച ദൈവം എന്നാണ് കറുത്ത ദൈവത്തിൽ കവി അവതരിപ്പിക്കുന്ന അധ്വാനിക്കുന്നവൻ്റെ പ്രതീകമായ ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. മലയാള മണ്ണിൻ്റെ ചൂടും ചൂരും ഇടശ്ശേരി കവിതയുടെ ഒരു മിന്നലാട്ടവും കറുത്ത ദൈവം എന്ന കവിതയിൽ വളം വെട്ടുന്നതായി ഡോക്ടർ CH സുരേന്ദ്രൻ നമ്പ്യാർ തൻ്റെ പഠനത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം ആളിപ്പടരുന്ന വേളയിൽ പൗരത്വം എന്ന കവിത ഏറെ ശ്രദ്ധേയമായ ഒരു കവിതയായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്.
COVID-19 പശ്ചാത്തലത്തിൽ മനുഷ്യരാശി ഒന്നടങ്കം മരവിച്ച് നിൽക്കെ ഒരു കുട്ടിക്കളി അവതരിപ്പിക്കുന്ന ലാഘവത്തോടെ നാടൻ ശീലിൽ അയത്ന ലളിതമായ ഒരു സുന്ദര കവിത. അതാണ് തൊട്ടാൽ തൊട്ടാൽ കാക്ക. തൻ്റെ പാരിസ്ഥിതിക അവബോധം വെളിവാക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മറ്റൊരു കവിതയാണ് കുടുംബ വീട്. ഈ പഴയ ഭൂഗോളം എൻ്റെയോ നിൻ്റെയോ അല്ലെന്നും സമസ്ത ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്നും കവി ഇതിലൂടെ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയാണ്. അടിമുടി പൂത്തുലഞ്ഞ കാൽപ്പനികതയുടെ ഒരു കാടാണ് മലപ്പട്ടം ഗംഗാധരൻ്റെ കവിതകളെന്നും പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്ന മാനുഷിക ഭാവമാണ് ഗംഗാധരൻ കവിതകളിലെ പ്രണയമെന്നും ശ്രീ കരിവള്ളൂർ മുരളി നേരത്തെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതിന് നല്ലൊരു ദൃഷ്ടാന്തമാണ് ശ്രുതിമധുരം എന്ന ശീർഷക കവിത. അവിടെ നിൻകളകൂജനം കേൾക്കുവാൻ അണിനിരന്നിടം ചിത്രപതംഗങ്ങൾ, പല നിറം ചേർന്ന കുപ്പായമിട്ടവർ, അവിടെ നീ നിന്റെ പതക ജീവിതം ധന്യമായി തീർക്കുക. അതോട് അനുബന്ധിച്ച് തന്നെ കൂട്ടി വായിക്കാവുന്ന മറ്റൊരു കവിതയാണ് മലകയറ്റം. ഇനിയുമെത്ര കയറണം മാമല നിരകളെത്ര ചവിട്ടി നടക്കണം, അതിനെനിക്കിന്ന് സാധ്യമോ ആർക്കറിയാം സഖേ. പിന്നെ ആരെന്നും എന്തെന്നും ആർക്കറിയാം സഖി എന്ന NN കക്കാടിൻ്റെ പ്രസിദ്ധമായ ചോദ്യം ആ വരികളെ ഓർമ്മിപ്പിക്കുന്ന വരികളാണ് മേലുദ്ധരിച്ചവ. ശ്രുതിമധുരം, കൊറോണക്കാലം, തൊട്ടാൽ തൊട്ടാൽ കാക്ക, അറിവിൻ്റെ സൂര്യൻ, കാളിദാസൻ, മലകയറ്റം, ബ്രഹ്മാസ്മ്യഹം, ആലിലത്തോണി, കറുത്ത ദൈവം, കാലം, സൗഹൃദം, വൈധവ്യം, വഴി, സ്വർഗവാതിൽ പക്ഷി, നിധി, പൗരത്വം, മാന്ത്രിക കൊട്ടാരം, ജീവിതം, പിന്നെയും പിന്നെയും, ഓണം നമുക്കെന്ത് തന്നു പോകും, ഓണപ്പാട്ട്, ഓണം, കൊറോണം തുടങ്ങിയ ഒട്ടേറെ കവിതകൾ മികച്ച കവിതകളാണെന്ന് ഡോക്ടർ സോമൻ കടലൂരും ഡോക്ടർ CH സുരേന്ദ്രൻ നമ്പ്യാരും പ്രത്യേകം അടിവരയിട്ട് പറയുന്നു. താൻ നിരന്തരം കാണുകയും ഇടപെടുകയും ചെയ്യുന്ന ഭൗതിക ചുറ്റുപാടിലെ കാർക്കശ്യങ്ങളോട് അഥവാ പരുഷ യാഥാർത്ഥ്യങ്ങളോട് കലഹിക്കുന്ന ഒരു വിചാരപർവം മലപ്പട്ടം ഗംഗാധരൻ്റെ കവിതകളെ അങ്ങനെയും നമുക്ക് വിലയിരുത്താവുന്നതാണ്. ചില കവിതകളിലെങ്കിലും പ്രണയഭാവം തുള്ളിയും തുളുമ്പിയും വെമ്പൽ കാട്ടുന്നുണ്ടെങ്കിലും അത് പക്ഷേ മാംസനിബദ്ധമായ കേവല പ്രണയമല്ലെന്നും പ്രകൃതിയോടും ജീവിതത്തോടുമുള്ള ആത്മാർത്ഥ പ്രണയമാണെന്നും സാഹിത്യ നിരൂപകർ ഇതിനകം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പരുഷങ്ങളായ യാഥാർത്ഥ്യങ്ങളെ നന്മ പെയ്യുന്ന ആത്മാർത്ഥമായ കവിമനസ്സുകൊണ്ട് പ്രതിരോധം തീർക്കുന്ന കവിയാണ് മലപ്പട്ടം ഗംഗാധരൻ. അവയാകട്ടെ തികച്ചും പ്രസാദാത്മകമായ കവിതയാണെന്നും നിരൂപകന്മാർ ഇതിനകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ലളിത കോമള പദാവലികളാൽ സമ്പന്നമായ ആഖ്യാനത്തിൽ അധിഷ്ഠിതമായ ഗാനാത്മകതയും താളബോധവും ശബ്ദങ്ങളുടെ അർത്ഥമറിഞ്ഞുള്ള പ്രയോഗവും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ കൃത്യമായി സൂക്ഷ്മമായി പറയുന്ന സമൂഹത്തോടും സഹജാതരോടും പ്രതിബദ്ധത പുലർത്തുന്ന മലപ്പട്ടം ഗംഗാധരൻ്റെ കവിതകളെല്ലാം തന്നെ സഹൃദയലോകം ഇതിനകം മനസ്സറിഞ്ഞ് അംഗീകരിച്ചവയാണ്. പക്ഷാന്തരം ഇല്ല തന്നെ. അടക്കവും ഒതുക്കവുമുള്ള കാവ്യഭാഷ, കൽപ്പനകളിലും പ്രയോഗത്തിലും പുലർത്തുന്ന കൃത്യത, അഗാധമായ സംവേദനക്ഷമത, സർവോപരി ലാവണ്യമെന്ന നിർവചനാതീതമായ സൗന്ദര്യാത്മകത, സാമൂഹ്യ പ്രതിബദ്ധത എന്നിവയാണ് ശ്രീ മലപ്പട്ടം ഗംഗാധരൻ്റെ കവിതകളുടെ സവിശേഷത എന്നാണ് പ്രഭാഷകനും സാഹിത്യ നിരൂപകനുമായിട്ടുള്ള ഡോക്ടർ CK മോഹനൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് ശ്രുതിമധുരത്തിലെ കവിതകൾ എല്ലാം തന്നെ. ആധുനിക കാവ്യാധ്വാവിലൂടെ സഞ്ചരിക്കുമ്പോഴും പാരമ്പര്യ സംസ്കൃതിയിൽ അഭിരമിക്കുമ്പോഴും താൻ ഇത് രണ്ടുമല്ലെന്നും വ്യത്യസ്തനായ മൂന്നാമനാണെന്നുമുള്ള തിരിച്ചറിവ് കവിയെ കൂടുതൽ കരുത്തനാക്കുകയാണ്. അത്തരത്തിലുള്ള ഒന്നാമനാകാനുള്ള തീവ്രാഭിലാഷമാണ് കവിയെ മുന്നോട്ട് നയിക്കുന്നത്. കവി സുഹൃത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങൾക്കും സകലവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഒരു സഹൃദയൻ എന്ന നിലയിലും അടുത്ത ഒരു കവി സുഹൃത്ത് എന്ന നിലയിലും ഒരു കവിത കൂടി ഇവിടെ അവതരിപ്പിക്കട്ടെ. കവിതയുടെ പേര് അറിവിൻ്റെ സൂര്യൻ. ഒരു വേള സൂര്യനായി കത്തി നിൽക്കാനുള്ള
കൊതിയുണ്ടെനിക്കെൻ്റെ ഉള്ളിൽ. ഇരുളിൻ്റെ സംഹാര താണ്ഡവം മുറുകുന്ന ഉലകിൽ ഞാൻ പിന്നെന്തു ചെയ്യും? ഒരു വേള സൂര്യനായി കത്തി നിൽക്കാനുള്ള കൊതിയുണ്ടെനിക്കെൻ്റെ ഉള്ളിൽ. ഇരുളിൻ്റെ സംഹാര താണ്ഡവം മുറുകുന്ന ഉലകിൽ ഞാൻ പിന്നെന്തു ചെയ്യും? കരുണയോടൻ കരസ്പർശനം കാക്കുന്ന മുകുളങ്ങളെ തൊട്ടുണർത്താൻ, അദ്വൈത വേദാന്തസാരം കൊതിക്കുന്ന ഹൃദയങ്ങളിൽ വെണ്മ തൂകാൻ, സച്ചിദാനന്ദ പൊരുൾ തേടി അലയുന്ന മർത്യൻ്റെ കൺകൾ തുറക്കാൻ, സംസാരസാഗര സഞ്ചാരി തേടുന്ന ശാന്തിതൻ തീരം കുറിക്കാൻ, ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമുദ്രയായി മാറാൻ, ഒരു വേള സൂര്യനായി കത്തി നിൽക്കാനുള്ള കൊതിയുണ്ടെനിക്കെൻ്റെ ഉള്ളിൽ. ഒരു വേള സൂര്യനായി കത്തി നിൽക്കാനുള്ള കൊതിയുണ്ടെനിക്കെൻ്റെ ഉള്ളിൽ. ഉലകിൻ്റെ വെട്ടമായി മാറുന്ന വേളയിൽ ഒരു ബുദ്ധനായി എന്നെ എണ്ണാം. പരമദുഃഖങ്ങൾക്ക് വിളഭൂമിയാമിവിടെ പതിതലക്ഷങ്ങൾ അലഞ്ഞിടുമ്പോൾ, ഒരു കൊച്ചു സാമ്രാജ്യമകുടം ധരിച്ചു ഞാൻ സുഖഭോഗമാസ്വദിക്കില്ല. മണ്ണിൽ വിയർപ്പിൻ്റെ ദുർഗന്ധവും പേറി കഠിനയജ്ഞം ചെയ്തിരിപ്പോ, എവിടെയാണവിടെയാണെൻ മാനസത്തിൻ്റെ കതിരവൻ കതിരിട്ടു നിൽപ്പൂ. മണ്ണിൽ വിയർപ്പിൻ്റെ ദുർഗന്ധവും പേറി കഠിനയജ്ഞം ചെയ്തിരിപ്പോൾ, എവിടെയാണവിടെയാണെൻ മാനസത്തിൻ്റെ കതിരവൻ കതിരിട്ടു നിൽപ്പൂ. അവരെ ഉയർത്തുവാൻ ഒരു തങ്ക സൂര്യനായി ഞാനെൻ്റെ തേരുമായി നിൽക്കും. അവരെ ഉയർത്തുവാൻ ഒരു തങ്ക സൂര്യനായി ഞാനെൻ്റെ തേരുമായി നിൽക്കും. ഇഹലോക ദുഃഖത്തിനറുതി കാണും വരെ അവരൊത്ത് ഞാൻ നാളുകൾ താണ്ടും. അതിനായി അറിവിൻ്റെ സൂര്യനായി തീരുവാൻ ഞാനെൻ തപസ്യ തുടരും. അതിനായി അറിവിൻ്റെ സൂര്യനായി തീരുവാൻ ഞാനെൻ തപസ്യ തുടരും. ഒരു വേള സൂര്യനായി കത്തി നിൽക്കാനുള്ള കൊതിയുണ്ടെനിക്കെൻ്റെ ഉള്ളിൽ. ഒരു വേള സൂര്യനായി കത്തി നിൽക്കാനുള്ള കൊതിയുണ്ടെനിക്കെൻ്റെ ഉള്ളിൽ. ഇത്തരത്തിൽ ഒരവസരം ഒരുക്കി തന്ന CRCയുടെ ഭാരവാഹികൾക്കും എൻ്റെ പ്രിയ കവി സുഹൃത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ അവസരം ഞാൻ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ്. നന്ദി.